നമ്മൾ സന്ധ്യാ നമസ്കാരം മുതലാണ് ആരംഭിക്കുന്നത്. ആദ്യത്തെ ഗീതം എനിയോനോ എന്നുള്ള രീതിയിലാണ്. എനിയോനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസേറിയ, മറുപടിയായിട്ട് പറയുന്നത്. ഇവിടെ ദയ ചെയ്തിരണമേ എന്നുള്ളത് റെസ്പോൺസാണ്. ഏമോദ് കീസോ എന്നാണ് ഈ ഗീതത്തിൻ്റെ പേര്. ഏമോദ് കീസോ എന്നുള്ളത് ഈ ട്യൂണ് ഇപ്പോൾ കുട്ടനാടൻ പൊഞ്ചയിലെ എന്നുള്ളത് കേട്ട് കഴിഞ്ഞ് നമുക്കറിയാം, പാട്ട് പാടാൻ നമുക്കറിയാം. അതല്ലെങ്കിൽ ഇപ്പോൾ പൗലോസ് ലീഹ എന്ന രീതി നമുക്കറിയാം, പൗലോസ് ലീഹയുടെ ട്യൂൺ എന്താണെന്നുള്ളത്. സുറിയാനിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഏമോദ് കീസോ എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂണേ വരികയുള്ളൂ, ഈ പാട്ടിൻ്റെ ട്യൂണ്. അതിന് എല്ലാ ശുശ്രൂഷകളുടെയും മുകളിൽ ഈ പാറ്റേണിൽ വരുന്ന പാട്ടുകൾക്കെല്ലാം മുകളിൽ കാണും ഏമോദ് കീസോ. മലയാളത്തിലല്ല, സുറിയാനിയിലായിരിക്കും വരുന്നത്. ഏമോദ് കീസോ എന്നാണ് ഈ പാട്ടിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഓരോ പാട്ടുകളുടെയും മുകളിൽ സുറിയാനിയിൽ അതിൻ്റെ ടൈറ്റിൽ കാണും. കാരണം സുറിയാനിയിൽ നിന്ന് മാറ്റാത്തതിൻ്റെ കാരണം മനസ്സിൽ ഓർത്തിരിക്കുവാൻ തക്കോണമുള്ള ഒരു പദപ്രയോഗമാണ്. തന്നെയല്ല, പിതാക്കന്മാരായിട്ട് കാലാകാലങ്ങളായി ഉപയോഗിച്ചിരുന്നത്. മലയാള തർജ്ജമ വരുന്നതിന് മുമ്പ് സുറിയാനി ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയപ്പോൾ ഓർക്കാൻ കൂടിയാണ് ഈ ടൈറ്റിൽ സുറിയാനിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഗീതം പാടി കേൾപ്പിക്കുന്നു, ഞങ്ങളെ പഠിപ്പിക്കാം. കോലോ ഏമോദ് കീസോ. ഞാനതിൻ്റെ സുറിയാനി ഒന്ന് പാടാം, മലയാളം പിന്നീട് പാടാം. ഹൗദേസി ലെദുമെനെ മബുസൂൽതോ ലൊഷറോത്താബയെ ദേമെ മൗലോ ദേറാഹിം ആലൈനാലോ. കന്യകയാം മാതാവിൻ മൃതമുദ്ര ക്യൂനമദന്നെ ജാതം ചെയ്തോനെ ദേവാ ദയ ചെയ്തിടണമേ. അതാണ് ഇതിൻ്റെ ട്യൂണ്. ഞാൻ ചെറുതാക്കി തരാം പഠിക്കാനായിട്ട്, നിങ്ങൾ പാടണം. കന്യകയാം പഠിക്കേ. യാം മാതാവിൻ വൃതമുദ്ര കുട്ടി പഠിക്കേ. കന്യകയാം മാതാവിൻ വൃതമുദ്ര ഊനമദന്നെ ജാതം ജാതം ചെയ്തോനെ ദേവാ ദയ ചെയ്തിടണമേ. ജാതം ചെയ്തോനെ ദേവാ പഠിക്കേ. ജാതം ചെയ്തോനെ ദേവാ ദയ ചെയ്തിടണമേ. അതുപോലെ പഠിക്കേ. കന്യകയാം മാതാവിൻ വ്രതമുദ്ര ജാതം ചെയ്തോനെ ദേവാ ദയ ചെയ്തിടണമേ. സെക്കൻഡ് സ്റ്റാൻസ പഠിക്കേ. സെയിം ട്യൂൺ. കാഴ്ചകളാൽ ജ്ഞാനികൾ മാനിച്ചോനെ ആട്ടിടയന്മാർ നദിയർപ്പിച്ചോനെ ദേവാ ദയ ചെയ്തിടണമേ. അടുത്തോടെ പഠിക്കേ. ഞങ്ങൾക്കായി കൃപയാൽ ശിശുവായോനെ ബേത്ലഹേമിൽ പിച്ച നടന്നോനെ ദേവാ
ദയ ചെയ്തിടണമേ. ഓക്കെ. രണ്ടാമത്തെ ഗീതം മിശിഹോ യേസിലേത് എന്ന ഗീതമാണ്. മിശിഹോ യേസിലേത്, മിശിഹ ജനിച്ചു. ഈ ടൈറ്റിൽ എവിടെയെങ്കിലും കണ്ടാൽ ഈ പാട്ട് പാടുന്നത് പോലെ പാടണം. അപ്പം ഇതിൻ്റെ ട്യൂൺ ഇതാണ്. ഇതിന് നിറങ്ങളുള്ളതല്ല, ഏക നിറം ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മിശിഹോ യേസിലേത് എന്ന് എവിടെയെങ്കിലും കണ്ടാൽ ഇതായിരിക്കും അതിൻ്റെ ട്യൂൺ. ഞാൻ എൻ്റെ സുറിയാനി പാടാം. മിശിഹോ യേസിലേത് ബഗാഉ ബേത്ലഹേം ഉമേൻ മദനഹോ മുഗുഷേ തൗലി കോറേ. മലയാളം. മിശിഹ ജാതം ചെയ്ത ബേത്ലഹേമിൽ പ്രാചിയിൽ നിന്നെത്തി ജ്ഞാനികളവനെ മാനിപ്പാൻ. ഇത്രയുള്ള എൻ്റെ ട്യൂൺ. ഇതിൻ്റെ റെപ്പറ്റീഷനാണ്. രാജാവായി ജാതം ചെയ്തോനെങ്ങാവോ ഏകട്ടഭിവാദ്യം വന്നു വണങ്ങിൻ സാഷ്ടാംഗം. ചൊല്ലിത്തരാം. മശിഹാജാതം പഠിക്കേ. മശിഹാജാതം ചെയ്ത കുട്ടി പഠിക്കേ. മശിഹാജാതം ചെയ്ത ബേത്ലഹേമിൽ ലൈൻ കൂട്ടി പഠിക്കേ. മശിഹാജാതം ചെയ്ത ബേത്ലഹേമിൽ പ്രാചിയിൽ നിന്നെത്തി ജ്ഞാനികളവനെ മാനിപ്പാൻ. എന്താ പ്രാചി എന്ന് പറഞ്ഞ അർത്ഥം? പ്രാചി കിഴക്ക്. പ്രാചിയിൽ നിന്നും ജ്ഞാനികൾ, വിദ്വാൻമാർ വന്നു. രാജാവായി ജാതം പഠിക്കേ. രാജാവായി ജാതം ഒരു ലിംഗ് ഇട്ട്. രാജാവായി ജാതം ചെയ്തോനെങ്ങാവോ കുട്ടി പഠിക്കേ. രാജാവായി ജാതം ചെയ്തോനെങ്ങാവോ ഏകട്ടഭിവാദ്യം വന്നു വണങ്ങിൻ സാഷ്ടാംഗം. വന്നു വണങ്ങിൻ സാഷ്ടാംഗം. അതുപോലെ പഠിക്കേ. മിശിഹാജാതം മിശിഹാജാതം ചെയ്ത ബേത്ലഹേമിൽ അല്ല പ്രാചി ബേത്ലഹേമിൽ പ്രാചിയിൽ നിന്നെത്തി. ഒന്നുകൂടി എടുത്തേ. ബേത്ലഹേമിൽ പ്രാചിയിൽ നിന്നെത്തി ജ്ഞാനികളവനെ മാനിപ്പാൻ. രാജാവായി ജാതം
ചെയ്തോനെങ്ങാവോ ഏകട്ടഭിവാദ്യം വന്നു വണങ്ങിൻ സാഷ്ടാംഗം